കലോത്സവ നടത്തിപ്പിൽ പ്രതിസന്ധി സൃഷ്ടിച്ച അധ്യാപക സംഘടന. രക്ഷകർത്താക്കളും കുട്ടികളും ആശങ്കയിൽ. വൈപ്പിൻ ഉപജില്ലാ കലോത്സവം നവംബർ 12, 13, 14, 15 തീയതികളിലായി BVHSSലെ 4 വേദികളിലും മംഗല്യ, അംബപത്മ, പ്രയാഗ എന്നിവിടങ്ങളിലായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ KPST എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ അധ്യാപക വിഹിതത്തിനെതിരെ പരാതി പോവുകയും കലോത്സവ ധനസമാഹരണത്തിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് അധ്യാപകരുടെ ഇടയിൽ ഒറ്റപ്പെട്ടുപോയ ഈ സംഘടന ഏറ്റെടുത്ത പ്രോഗ്രാം കമ്മിറ്റി വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ആലോചിക്കാതെ വലിയ പ്രതിസന്ധിയുണ്ടാക്കി. തുടർന്ന് സംഘാടക സമിതി കൂടി ഈ വിഷയം ചർച്ച ചെയ്ത് രമ്യതയിൽ പോകാൻ അഭ്യർത്ഥിച്ചെങ്കിലും സംഘാടക സമിതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്നും പിന്മാറി. ഈ സാഹചര്യത്തിൽ സംഘാടക സമിതി കൂടി പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല BVHSS സ്കൂളിനെ ഏൽപ്പിച്ചു. നവംബർ 8-നാണ് ഈ തീരുമാനമെടുത്തത്. 9, 10 തീയതികളിലായി BVHSSലെ മുഴുവൻ അധ്യാപകർ ചേർന്ന് പ്രോഗ്രാം കമ്മിറ്റിയുടെ മുഴുവൻ പരിപാടികളും തയ്യാറാക്കി ബന്ധപ്പെട്ട സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. എന്നാൽ വൈപ്പിൻ AEO നവംബർ 10-ന് രാത്രി യാതൊരു അറിയിപ്പുമില്ലാതെ പ്രോഗ്രാം കമ്മിറ്റി വീണ്ടും KPST എന്ന സംഘടനയ്ക്ക് കൊടുക്കുന്നതായി പറഞ്ഞു. വൈപ്പിൻ ഉപജില്ലാ കലോത്സവം 12, 13, 14, 15 തീയതികളിലായി നായരമ്പലം BVHSലും തൊട്ടടുത്തുള്ള അംബപത്മം, പ്രയാഗ, മംഗല്യ ഓഡിറ്റോറിയങ്ങളിലുമായിട്ട് നടത്തുവാനായിട്ട് വളരെ നേരത്തെ തന്നെ സംഘാടക സമിതി വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ആലോചിച്ച് പോയിട്ടുള്ളതാണ്. എന്നാൽ ആ സംഘാടക സമിതി തീരുമാനങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ചില മറ്റ് താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സംഘടന ഈ കലോത്സവം നടത്തുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ ദിവസങ്ങളായി പ്രോഗ്രാം കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരു സംഘടന അതിൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ കൂടാതെ അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയും ഈ കലോത്സവത്തിന് വലിയ പ്രതിസന്ധികളും സൃഷ്ടിച്ചു. ഇത് സംബന്ധിച്ച് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്ന് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഇത് സംബന്ധിച്ച് അവരോട് ഒത്തൊരുമിച്ച് പോകണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തെങ്കിലും സംഘാടക സമിതിയിലെ അവരുദ്ദേശിക്കുന്ന ഒരാളെ ചെയർമാനായി വെച്ചാലല്ലാതെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കില്ല എന്നറിയിച്ചുകൊണ്ട് അവർ ഈ കലോത്സവത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ഈ പ്രവർത്തനത്തിന് ശേഷം ഇവിടെ കലോത്സവ കമ്മിറ്റി കൂടി ആ പ്രോഗ്രാം കമ്മിറ്റി ഈ ബന്ധപ്പെട്ട സ്കൂൾ തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി സ്കൂളിലെ തന്നെ മറ്റൊരു ടീച്ചറെ കൺവീനറാക്കിക്കൊണ്ട് പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ ചടുലമായി അവധി ദിവസങ്ങളായ ശനി, ഞായർ ദിവസങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ രാത്രി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഈ സ്കൂളിൽ നിന്ന് അധ്യാപകർ പിരിഞ്ഞു പോയതിനു ശേഷം AEO ജനറൽ കൺവീനറായ HMനെ വിളിച്ച് ചേർത്തുകൊണ്ട് ഇവിടെ സംഘാടക സമിതിയുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് പ്രോഗ്രാം കമ്മിറ്റിയെ വീണ്ടും ആ സംഘടനയെ ഏൽപ്പിക്കണമെന്ന ഒരു തീരുമാനം സ്വമേധയാ പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുഴുവനും സ്തംഭിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഓൺലൈൻ പ്രവർത്തനങ്ങളെ ആകെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഏതാണ്ട് 3625 കുട്ടികളുടെ 700ഓളം വരുന്ന പ്രോഗ്രാമുകളെ ആകെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് ജനപ്രതിനിധികളും അധ്യാപക രക്ഷാകർതൃ സംഘടനകളും ചേർന്നെടുത്ത ഒരു തീരുമാനത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് AEO നടത്തിയ ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായി വലിയൊരു പ്രതിസന്ധി സ്കൂളിൽ വന്നു ചേർന്നിരിക്കുകയാണ്. പ്രോഗ്രാം കമ്മിറ്റി തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയിൽ സംഘടനയുടെ ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും അവർ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ മുഴുവൻ ചുക്കാനും പിടിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ സ്കൂൾ നടത്തിവെച്ച പ്രവർത്തനങ്ങളാകെ പ്രതിസന്ധിയിലായി. കുട്ടികളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാത്തൊരു സ്ഥിതിയിലാണുള്ളത്. 3625 പരം കുട്ടികളെയും 700 പരം ഇനങ്ങളെയും 7 വേദികളെയും പ്രതിസന്ധിയിലാക്കിയ AEOയുടെ ഈ തീരുമാനത്തെ സംഘാടക സമിതിയിലെ ജനപ്രതിനിധികൾ ചോദ്യം ചെയ്തു. കലോത്സവത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ തീരുമാനം മൂലം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അനിശ്ചിതത്തിലായതായി ജനറൽ കൺവീനർ അറിയിച്ചു. ഈ സാഹചര്യം സൃഷ്ടിച്ചതിനാൽ ആതിഥേയത്വം വഹിക്കുന്ന സ്കൂളായ BVHSSന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തിയായി മാറിയെന്ന് ഹെഡ്മിസ്ട്രസ് അറിയിച്ചു. കുട്ടികളുടെ സർഗവാസനകൾ മാറ്റുരയ്ക്കുന്ന വേദികളിലെ സംഘടനാ പ്രവർത്തനത്തിനു വേണ്ടി ലാഭഭൂമിയാക്കാനുള്ള പ്രവർത്തനങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് ജനപ്രതിനിധികളും അറിയിച്ചു. എന്നാൽ ചെയർമാൻ സ്ഥാനം നൽകിയപ്പോൾ പ്രോഗ്രാം നടക്കുന്ന പഞ്ചായത്തിലെ കോൺഗ്രസ് ജനപ്രതിനിധിക്ക് നൽകാതെ ഇടതുപക്ഷ ജനപ്രതിനിധിക്ക് നൽകിയതാണ് പ്രധാനമായി തർക്കമുണ്ടാക്കിയത്. ഇതിനിടെ അധ്യാപകർ 1000 രൂപ വെച്ചെടുക്കണമെന്ന പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നീക്കത്തിനെ തടഞ്ഞതാണ് നേതാക്കളെ പ്രകോപിച്ചതെന്നും ഇതാണ് യഥാർത്ഥ പ്രശ്നത്തിന് കാരണമെന്നും തങ്ങളുടെ 2 അധ്യാപകരെ തടഞ്ഞുവെച്ചതായും KPST ഭാരവാഹികൾ പറഞ്ഞു.